അച്ഛൻ എന്താ പറ്റിയത്? തലകറങ്ങി വീണു. വീട്ടിനുള്ളിൽ ബോധരഹിതനായി വീണ പിതാവിന്റെ ജീവൻ രക്ഷിച്ച് 5 വയസ്സുകാരൻ. എനിക്കെന്താ തലയിറങ്ങുമോ, പെട്ടെന്ന് ബോധമെല്ലാം പോകുന്ന പോലെയൊക്കെ തോന്നി. ഇവനോട് ചോദിക്കുന്നുണ്ട് അപ്പയ്ക്ക് എന്നാ പറ്റി, അപ്പയ്ക്ക് എന്നാ പറ്റി. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് തല ഇറങ്ങുന്നു, എനിക്കിങ്ങനെ കൈ ഇങ്ങനെ ഇട്ട് ആക്ഷൻ കാണിക്കുന്നതൊക്കെ, പിന്നെ വിളിക്കാൻ നോക്കുന്നൊക്കെ ഉണ്ട്. ഞാൻ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ കസേര വെച്ച് ആ കുറ്റിയെല്ലാം തുറന്നിട്ട് അപ്പച്ചനെ ചേച്ചിനെ വിളിച്ച് ആംബുലൻസിനെ വിളിച്ച്. ആദ്യത്തെ പ്രഥമ ശുശ്രൂഷയല്ല ഇവൻ തന്നെ ചെയ്തിട്ടാണ് പോയ ആളിനെ വിളിച്ചത്. ഇവരെല്ലാരും ഇവരെ പ്രശംസിക്കുന്ന അന്നേരം ഞാൻ കാണുന്നേ. ആളെന്നേരം കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ കൊച്ചൊക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ നിന്ന് നീപ്പി തല ഇറങ്ങി വീഴും, അങ്ങനെയൊക്കെ അവര് പറയുന്നത്. അപ്പൊ ഇവൻ അത് ചെയ്തത് ഈ പ്രായത്തിൽ അവനെ ചെയ്തല്ലോ എന്ന് എല്ലാരും കൺഗ്രാജുലേറ്റ് ചെയ്തു. നമസ്കാരം. വീട്ടിനുള്ളിൽ ബോധരഹിതനായി വീണ പിതാവിന്റെ ജീവൻ രക്ഷിച്ച് 5 വയസ്സുകാരൻ. കോട്ടയം പുതുപ്പള്ളിയിലാണ് ഈ സംഭവം നടക്കുന്നത്. കോട്ടയം പുതുപ്പള്ളി സ്വദേശികളായ അനുവിന്റെയും മീനുവിന്റെയും 5 വയസ്സുകാരനായ മകൻ ജോക്കുട്ടനാണ് പിതാവിന്റെ ജീവൻ രക്ഷിച്ചത്. അതെങ്ങനെയാണെന്ന് നമുക്ക് ജോക്കുട്ടനോട് തന്നെ നമുക്ക് ചോദിക്കാം. ജോക്കുട്ട, അച്ഛൻ എന്താ പറ്റിയത്? തലകറങ്ങി വീണു. ഇവിടെ ഞാൻ എന്നിട്ട് വെള്ളം ഒഴിച്ചിട്ട് ആ കസേര വെച്ച് ആ കുറ്റിയെല്ലാം തുറന്നിട്ട് അപ്പച്ചനെ ചേച്ചിനെ വിളിച്ച് ആംബുലൻസിനെ വിളിച്ച് ആംബുലൻസ് കൊണ്ട് ആശുപത്രി കൊണ്ടുപോയി. അച്ഛനിങ്ങനെ വയ്യാഴി വന്നോ പേടിച്ചില്ലേ? ഇല്ല, ആ ആംബുലൻസ് കണ്ടപ്പോ ഞാൻ പിടിച്ചു. എങ്ങനെ തോന്നി നിനക്ക് ഈ കുറ്റിയൊക്കെ തുറക്കാൻ വേണ്ടി? അമ്മയ്ക്ക് പറഞ്ഞു തന്ന. ആണോ? പെട്ടെന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അങ്ങനെ തരണം ചെയ്യാൻ അമ്മ പറഞ്ഞിട്ടുണ്ടോ? സംഭവിച്ചതെന്ന് വെച്ചാൽ ഞാൻ വൈകുന്നേരം സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് പിന്നെ അകത്ത് ഞാൻ കഥയെല്ലാം അടച്ച് കുറച്ച് നേരത്തിന്റെ പിന്നെ കഴിക്കാനുള്ള എടുത്ത് കൊടുത്തു. പിന്നെ വെയിലായതുകൊണ്ട് ഇവൻ ഇറങ്ങി സൈക്കിളായിട്ട് ഇറങ്ങി പോകണമെന്ന് ഞാൻ കഥയെല്ലാം അടച്ചു, മുളത്ത് കുറ്റിയിട്ട് ലോക്ക് ചെയ്തു. ചൂട് കാരണം ഞാൻ നേരത്തെ തന്നെ കിടന്നേ. അപ്പൊ വന്നപ്പോൾ ഞാൻ നേരത്തെ തന്നെ കിടക്കുമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് പിന്നെ കഴിക്കാൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് നേരത്തേന് എന്തോ എനിക്കെന്താ തല ഇറങ്ങുമോ, പെട്ടെന്ന് ബോധമെല്ലാം പോകുന്ന പോലെയൊക്കെ തോന്നി. അപ്പൊ ഇവനെ ഞാൻ കാണുന്നുണ്ട്, ഇപ്പൊ ഇവനെടുത്ത് കഴിക്കുന്നുമുണ്ട്. അപ്പം ഇവള് വൈഫ് കടയിലാണ്, കടയിൽ നിന്ന് എന്നെ ഇടയ്ക്ക് മെസ്സേജ് ചോദിച്ചു വന്നോ. ഇപ്പൊ വന്നപ്പോ ഇവന് കഴിക്കാൻ കൊടുത്തതെല്ലാം ഞാൻ ഇവന് കഴിക്കാൻ കൊടുത്തെന്നൊക്കെ പറയുകയും ചെയ്തു. ആ ഫോട്ടോ അയച്ചു കൊടുക്കുകയും ചെയ്തു കഴിക്കുന്നതൊക്കെ. അപ്പൊ അത് കഴിഞ്ഞതിനാണ് ഈ സംഭവം നടക്കുന്നത്. ഇവനോട് ചോദിക്കുന്നുണ്ട് അപ്പയ്ക്ക് എന്നാ പറ്റി, അപ്പയ്ക്ക് എന്നാ പറ്റി. അപ്പൊ ഞാനിങ്ങനെ പെട്ടെന്ന് തല ഇറങ്ങുന്നു, എനിക്കിങ്ങനെ കൈ ഇങ്ങനെ ഇട്ട് ആക്ഷൻ കാണിക്കുന്നതൊക്കെ, പിന്നെ വിളിക്കാൻ നോക്കുന്നൊക്കെ ഉണ്ട്. എനിക്ക് ഒച്ചയൊന്നും വരുന്നില്ല. ഇങ്ങനെ ഇപ്പൊ ശിവ എന്നോട് ചോദിക്കുന്നതെല്ലാം അത് കേൾക്കുന്നുണ്ട്. ഞാൻ അപ്പയ്ക്ക് എന്നാ പറ്റുന്ന കേൾക്കുന്നുണ്ട്. പിന്നെ അത് ഇവന്റെ ബോധം കംപ്ലീറ്റ് മൊത്തം പോയി, പിന്നെ ഒന്നും ഓർക്കുന്നില്ല. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ എപ്പോഴോ ഓർമ്മ വരുമ്പോഴത്തേന് ആംബുലൻസ് കിടക്കുന്നതായിട്ട് ആശുപത്രിയിൽ ചെല്ലുന്നൊക്കെ ആയിട്ട്. പെട്ടെന്ന് ഞാൻ അറിഞ്ഞത് ഈ സംഭവം നടക്കുന്നതിന് ഒരു 10 മിനിറ്റിന് ശേഷം എനിക്ക് കോള് വരുന്നത്. ഇപ്പം കൊച്ചു വന്നു കഴിയുമ്പോ സാധാരണ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ ഇവൻ വന്നു, ഇവരിവിടെ ഇരുന്നുകൊണ്ട് എന്തുവാ തണ്ണിമത്തം കഴിക്കുവാന്നും പറഞ്ഞ് വാട്സപ്പിൽ എനിക്ക് ഫോട്ടോ ചോദിച്ചു. ആ ഫോട്ടോ അയച്ച ഒരു 10 മിനിറ്റിന് ശേഷം അപ്പുറത്തെ അപ്പച്ചൻ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചെവിടെയാ? അത് അനിയനുണ്ട് കടയിൽ, ഞങ്ങൾ രണ്ടുപേരുടെ കടയിരിക്കുന്നത്. അപ്പൊ അനിയനെയും കൂട്ടി പെട്ടെന്ന് ഇങ്ങോട്ട് വരണം, അനു വിളിച്ചിട്ട് മിണ്ടുന്നില്ല, എന്തോ മേലാഴികയാ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു അപ്പച്ച എന്നാ ആംബുലൻസ് വിളിച്ച് അങ്ങോട്ട് കൊണ്ടുവരുവാന്ന് അപ്പച്ചൻ പറഞ്ഞായിരുന്നു, ഹോസ്പിറ്റലിൽ വന്നാൽ മതിയെന്ന് പറഞ്ഞു. ഞങ്ങള് പെട്ടെന്ന് അവിടുന്ന് രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിൽ വന്നപ്പോഴത്തേന് ആംബുലൻസ് കൊണ്ടുവന്നു, കാഷ്വാലിറ്റി കയറ്റി ട്രീറ്റ്മെന്റ് ഒക്കെ അവരെടുക്കുമായിരുന്നു. അപ്പം ഇവരെല്ലാരും ഇവരെ പ്രശംസിക്കുന്ന അന്നേരം ഞാൻ കാണുന്നേ. ആളെന്നേരം കുഴപ്പമില്ലാതെ ഇരിപ്പുണ്ട്, കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞു. പെട്ടെന്ന് കൊണ്ടുവന്നുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, തലയിടിച്ച് വീഴുവോ അങ്ങനെ ഒന്നും ചെയ്തില്ല. അല്ലെങ്കിൽ ആരും അറിയത്തുമില്ല. ഞാൻ ഷോപ്പ് അടച്ചിട്ട് വൈകിട്ടാ വരുന്നേ. ആ സമയത്തെ എങ്ങനെയാന്ന് പുള്ളിക്കാരനൊന്നും ഓർക്കുന്നില്ല. എങ്ങനെ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല. തല കറങ്ങുന്ന തോന്നിയപ്പോ ആള് കിടന്നെന്ന് അങ്ങോട്ട് കടന്നു. ഞാൻ ഇവിടുത്തെ ആ ചൂടായ അവിടുത്തെ ഞാൻ കടന്നു. ഞാൻ ഇവനോട് ഉണ്ടല്ലോ, ഇവനെ പുറത്ത് വിടാതെ അങ്ങ് വെച്ചു. കാരണം ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ വലിയൊരു അതെ അതെ ഡോക്ടേഴ്സ് അങ്ങനെ പറഞ്ഞില്ല. എന്നാലും കൊച്ചാണെങ്കിലും അവനത് ചെയ്തല്ലോ, പെട്ടെന്ന് ഫസ്റ്റ് എയ്ഡ് എല്ലാം അവൻ ചെയ്തു. കണ്ണടച്ച് കണ്ണ് തുറക്കുന്നില്ലായിരുന്നു, അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പൊ മുഖത്തോട്ട് വെള്ളം ഒഴിക്കുകയും
കുടിക്കാൻ കൊടുക്കുകയും തുടയ്ക്കുകയും അതെല്ലാം ചെയ്ത് ആദ്യത്തെ പ്രഥമ ശുശ്രൂഷയല്ല ഇവൻ തന്നെ ചെയ്തിട്ടാണ് പോയ ആളിനെ വിളിച്ചത്. ഇവൻ തന്നെ എന്നോട്, ഞാൻ ചോദിച്ചു എന്നാ സംഭവം നടന്നെന്ന് ചോദിച്ചപ്പോ അവൻ പറഞ്ഞു, അപ്പൊ ഇവിടെ കിടക്കുമായിരുന്നു, ഞങ്ങൾ രണ്ടുപേരും തണ്ണിമത്തം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, അപ്പം പെട്ടെന്ന് കണ്ണടച്ച് ഇവനോട് എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു, പക്ഷെ പറയാനായിട്ടൊന്നും ഉള്ളിൽ നിന്ന് വരുന്നില്ല. അപ്പൊ ഇവൻ ചോദിക്കുന്നുണ്ട് അപ്പൊ എന്നാ പറ്റി, അപ്പക്ക് എന്നാ പറ്റിയത് മേലെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇവൻ ചോദിക്കുന്നത് പുള്ളിക്കാരന് ഉള്ളിൽ അറിയാവുന്നുണ്ടെങ്കിലും പുറമെ ഒന്നും പറയാനായിട്ട് പറ്റുന്നില്ലായിരുന്നു. അന്നേരത്തെ അങ്ങ് അബോധാവസ്ഥയല്ലായി. പിന്നെ പുള്ളിക്കാരനൊന്നും ഓർമ്മയില്ല. പിന്നെ പറഞ്ഞെല്ലാം കൊച്ചാണ്. അവന് ഫ്രിഡ്ജിൽ നിന്ന് വെള്ളം എടുത്തിട്ട് മുഖത്ത് ഒഴിച്ച്, അത് കഴിഞ്ഞ് പിന്നെ കുടിക്കാൻ കൊടുത്തപ്പോഴത്തേന് തുപ്പിക്കളഞ്ഞെന്ന് പറഞ്ഞ, കുടിച്ചില്ല. പിന്നെ ദേഹം എല്ലാം തോർത്ത് വെച്ച് തുടച്ചു. അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഈ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേന് വെള്ളം ഒഴിച്ചപ്പോ തന്നെ കണ്ണ് തുറന്നെന്നാ പറഞ്ഞത്. എന്നിട്ട് ഇവൻ ഈ ലോക്ക് ചെയ്തിരിക്കുകയായിരുന്നു ഡോറ്. ഈ സൈക്കിളും എടുത്തോണ്ട് വെയിലത്ത് ഇവൻ പുറത്ത് കളിക്കാൻ പോകും ഈ സ്കൂളിൽ നിന്ന് വന്ന ഉടനെ. അപ്പൊ വെയില് മാറിയിട്ട് പോകാം എന്നും പറഞ്ഞ് ഡോറ് രണ്ട് കുറ്റിയുണ്ട്, മേളിലും ഉണ്ട് താഴെയുണ്ട്. കീ ഇട്ട് ലോക്ക് ചെയ്തല്ലാതെ കുറ്റി ഇട്ടും ലോക്ക് ചെയ്തായിരുന്നു അകത്തുനിന്ന്. അപ്പം കസേര വലിച്ചിട്ട് അവൻ ആ ലോക്ക് മേളിൽ നിന്ന് എടുത്ത് താഴേന്ന് കീ ഇട്ട് ആ ലോക്ക് വലിച്ചിട്ടാണ് പുറത്തിറങ്ങി അപ്പുറത്ത് അപ്പച്ചനെ പോയി വിളിക്കുന്നത്. അപ്പൊ അപ്പച്ചനും അവിടുത്തെ പണിക്കാരനും ഓടി വന്ന് നോക്കിയപ്പോഴത്തേനും അബോധാവസ്ഥയിൽ കിടക്കുക. പിന്നെ അവരും വെള്ളം എല്ലാം തളിച്ചു, എന്നിട്ടും എഴുന്നേക്കുന്നില്ല. അവര് പൊക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. അപ്പൊ അവന് മനസ്സിലായി ആള് വേണം എടുക്കണമെന്നുണ്ടെങ്കിൽ. അവൻ അന്നേരത്തേന് തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി അവിടുന്ന് രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്ന് ഇവരെല്ലാവരുടെ കൂടി പൊക്കിയാണ് പിന്നെ ആംബുലൻസ് വിളിച്ച് സ്ട്രെച്ചറെ കയറ്റി. അപ്പൊ ആ സ്ട്രെച്ചറെ കയറ്റുന്ന കണ്ടപ്പം ഇവന് പേടിയായിരുന്നു എന്ന് പറഞ്ഞു. എന്നിട്ട് ഇവൻ വീട്ടിൽ വന്ന് ഡിസ്ചാർജായി വീട്ടിൽ വന്നപ്പം പപ്പായോട് ചോദിച്ചു, അപ്പൊ എന്നെ ആംബുലൻസിൽ കിടന്ന് എന്നെ വിളിക്കാൻ, ഞാൻ അപ്പൊ എന്നെ വിളിക്കുമെന്ന് അതിന് ഓർത്തുന്നു. അപ്പൊ ഇവൻ പേടിച്ചു പോയി. പിന്നെ ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോഴും പറയുമായിരുന്നു, അപ്പ കിടന്നോ, അപ്പയ്ക്ക് അപ്പ കിടന്നോന്നും പറഞ്ഞ് ഭയങ്കര ശുശ്രൂഷയായിരുന്നു. ശരിക്കും എങ്ങനെയാണ് മീനു നേഴ്സാന്ന് പറഞ്ഞു. ആ ഇങ്ങനെ മോനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിക്കാറുണ്ടോ അതോ ഇല്ല, അങ്ങനെ പഠിപ്പിച്ചൊന്നുമല്ല. വീട്ടിൽ ആർക്കെങ്കിലും ഒക്കെ വയ്യാതെ വന്നു കഴിയുമ്പം ഞാൻ ചെയ്യുന്നത് അവൻ കണ്ട് അനുകരിക്കാറുണ്ട്. മമ്മിക്കാണേലും ഒരു ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്യുന്ന കാണുമ്പോ ഇവനും അമ്മച്ചി ഇങ്ങനെ ചെയ്യും, റെഡി 1 2 3 എന്നും പറഞ്ഞ് അവൻ ചെയ്യിക്കും, കാലും കൈയും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റിച്ച്. അതുപോലെ അവന്റെ അപ്പച്ചനും മേലാഴികയായിരുന്നു ലാസ്റ്റ് സമയമായപ്പം. അത് ഫുൾ ഇവൻ തന്നെയാ നോക്കുന്നത്. കയ്യെ പിടിച്ച് നടത്തിക്കുന്നതും എഴുന്നേപ്പിച്ചിരുത്തുന്നതും ഭക്ഷണം കൊടുക്കുന്നതൊക്കെ ഇവനായിരുന്നു ചെയ്യുന്നത്. നമ്മൾ എന്നാ ചെയ്താലും അത് അനുകരിക്കാൻ ഇവൻ ഒത്തിരി ശ്രമിക്കും. ഈ കാർട്ടൂൺ കാണുന്നതോ അല്ലെങ്കിൽ സിനിമ കാണുക അങ്ങനത്തെ പരിപാടികളൊന്നും ഇവൻ അങ്ങനെ ഇൻട്രസ്റ്റ് അല്ല. കാർട്ടൂൺ വെച്ച് കൊടുത്താൽ കാണുന്ന ഇൻട്രസ്റ്റ് ആണ്. അല്ലാതെ എനിക്ക് കാണണമെന്നും പറഞ്ഞ് ഇപ്പോഴത്തെ പിള്ളേരൊക്കെ കഴിക്കണമെങ്കിൽ കാർട്ടൂൺ, ഉറങ്ങണമെങ്കിൽ കാർട്ടൂൺ, അങ്ങനല്ലേ. ഇവൻ അങ്ങനെ ഒന്നുമില്ല. ഇവൻ ഇതാ ഒന്നെങ്കിൽ പുള്ളിക്കാരൻ പറമ്പിൽ എന്തെങ്കിലും പണിയുന്ന നോക്കി, ഒരു ചെടി വെക്കുന്നതാണ് അവന് ചെടി വെക്കണം. ചിലപ്പോ എന്റെ ഇവിടെ റൂമൊക്കെ അടിച്ചു വരും. അതൊക്കെ അവന്റെ പരിപാടി. കറിക്ക് മുറിക്കുമ്പോഴും ഒക്കെ ഞാൻ കഴുകിത്തരാം, അല്ല കറി ഞാൻ ഇളക്കാം, അതൊക്കെ അവന് ഇഷ്ടം. വരയ്ക്കാനും ഇഷ്ടം, പടം വരയ്ക്കും. എങ്ങനെയാണ് വേറെ നിങ്ങളുടെ ആക്ടിവിറ്റീസ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് ഞാൻ ശരിക്കും ഇപ്പം മീഡിയ ഇൻഫ്ലുവൻസിങ് ആണ്. പുള്ളിക്കാരൻ എഡിറ്ററാ. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വർക്കിനൊക്കെ പോകുന്നത്. അപ്പൊ ആ സമയത്ത് ചിലപ്പോ ഇവനെയും കൊണ്ടുപോകും. അപ്പൊ ഇവൻ അത് ഇൻട്രസ്റ്റാ, വീഡിയോ എടുക്കാനും അല്ലെങ്കിൽ ഹലോ ഗൈസ് എന്നൊക്കെ പറഞ്ഞ് ഇവനും ചിലപ്പോ ഇൻട്രൊഡക്ഷൻ ഒക്കെ കൊടുക്കാറുണ്ട്. അതൊക്കെ താല്പര്യമാണ്. ഭയങ്കര സപ്പോർട്ടാ. എന്ന് വെച്ചാല് ഇത് കഴിഞ്ഞപ്പോ തന്നെ, ഈ വാർത്ത പബ്ലിഷ് ആയപ്പോ തന്നെ പേരൻസ് ഒത്തിരി പേര് വിളിച്ചതും കൊച്ചിനോട് സംസാരിക്കണം, കൊച്ചിനോട് കൺഗ്രാജുലേഷൻ പറയണമെന്നുണ്ട്. അവർ അതിന്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്നതെന്ന് വെച്ചാൽ എന്റെ കൊച്ചിന്റെ പ്രായമേ ഉള്ളൂ, പക്ഷെ ഞങ്ങളുടെ കൊച്ചൊക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇറങ്ങി ഓടും, അല്ലെങ്കിൽ നീപ്പി തല ഇറങ്ങി വീഴും, അങ്ങനെയൊക്കെ അവര് പറയുന്നത്. അപ്പൊ ഇവൻ അത് ചെയ്തത് ഈ പ്രായത്തിൽ അവനത് ചെയ്തല്ലോ എന്ന് പറഞ്ഞ് എല്ലാരും കൺഗ്രാജുലേറ്റ് ചെയ്തു. പിന്നെ ഇവൻ ഉൾപ്പെടെ ഇവന്റെ കൂട്ടുകാരൻ ഏടൻ അവന്റെ സ്കൂളിലാണെങ്കിലും പിള്ളേരൊക്കെ പറഞ്ഞു ഞങ്ങളും ഇനി മുതൽ ഇങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ ടീച്ചേഴ്സും അഭിനന്ദിച്ച് അസംബ്ലിയിൽ അവന് മെഡൽ കൊടുക്കുകയൊക്കെ ചെയ്തു. അതെ അതെ അത് വയ്യാഴിക വന്നത് ഒരു തരത്തിൽ നമുക്കൊരു വിഷമായിരുന്നു. എന്ന് പറഞ്ഞാൽ സ്പോട്ടിൽ ഇവൻ അത് ചെയ്യേണ്ടതൊക്കെ ചെയ്തു എന്ന് പറഞ്ഞപ്പം ഒരു അഭിമാനവും കൂടെ ആയി. സത്യത്തിൽ നമ്മള് ന്യൂസ് അങ്ങനെ പബ്ലിഷ് ചെയ്യാനൊന്നും അങ്ങനെ വിചാരിച്ചൊന്നും അല്ല. പിന്നെ ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഓരോരുത്തരും ഞങ്ങളോട് പറഞ്ഞു ഇതൊരു മാതൃകയാക്കേണ്ട കാര്യം തന്നെയാണ്. കാരണം ഇപ്പൊ നമ്മളാണേലും ഫുൾ ന്യൂസ് കാണുന്നതല്ലേ, അപ്പനെ അമ്മയും കൊല്ലുക, അല്ലെ ഉപദ്രവിക്കുക, നോക്കാൻ താല്പര്യമില്ലാത്ത മക്കള്, അങ്ങനെയൊക്കെയാ ഫുള്ള് വാർത്ത വരുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ ഒരു പോസിറ്റീവായിട്ട് ഒരു കൊച്ച് അപ്പനെ രക്ഷിച്ചു എന്ന് പറഞ്ഞു കഴിയുമ്പോ അത് മറ്റുള്ള പിള്ളേർക്ക് കണ്ടുപഠിക്കേണ്ട കാര്യമാണ്. അതെ, അപ്പൊ അത് ഷെയർ ചെയ്യണം എന്ന് ഞങ്ങൾക്കും തോന്നി. സത്യത്തിൽ ഞങ്ങളുടെ ചാനലിൽ ഞങ്ങൾ ഇതുവരെ അതിനെപ്പറ്റി ഒരു വീഡിയോ ഇട്ടിട്ടില്ല. ഇതല്ലാതെ തന്നെ അങ്ങ് ഷെയർ ആയി പോയി.
ആ സമയത്ത് ചേട്ടൻ എന്താണ് ഇപ്പൊ പറയാനുള്ളത്? ആ സമയത്ത് ഉണ്ടായത് ആ ഒരു നിമിഷം എന്ന് പറയുന്നത് അത് അവനിങ്ങനെ കണ്ട്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇങ്ങനെ കടന്നു പോയാനെ. അതിന് എപ്പോഴായാലും ഇവള് വരുന്ന എപ്പോഴാ വരുന്ന അന്നേരം അറിയത്തുള്ളായിരുന്നു. ആ സമയത്ത് വിളിച്ച് അപ്പത്തിന് അവരെ വിളിച്ചു. അവിടുന്ന് നോത്തിലെ പോയി ഓടിപ്പോയി. അവിടുന്ന് ചേച്ചിയും വിളിച്ചോണ്ട് വന്നു. അപ്പൊ അവരെല്ലാം വന്നപ്പോഴത്തേനാണ് എന്നെ പൊക്കി വണ്ടി കയറ്റുന്നില്ല. അത് വന്ന കാരണം എന്നെ കൊണ്ടുപോകാൻ പറ്റി. പുള്ളിക്കാരനാണേലും ഇത് കോൺഷ്യസ് ആയ ശേഷമാണ് കൊച്ചാണ് ഇങ്ങനെ ചെയ്യുന്നൊക്കെ ഉള്ളത് മറ്റുള്ളവർ പറഞ്ഞ് അറിയുന്നില്ല. അറിഞ്ഞില്ല. ഒന്നും അറിയില്ല. അപ്പൊ ഒന്നും അറിയത്തില്ല. ഉള്ളിൽ അറിയാറുന്നെന്ന് പറഞ്ഞു. അപ്പയ്ക്ക് എന്നാ പറ്റിയെന്ന് ചോദിക്കാൻ ചോദിക്കുന്ന മാത്രമേ ഞാൻ ഓർക്കുന്നുണ്ട്. ബാക്കി എന്നെ കൊണ്ടുപോകുന്നതോ എടുക്കുന്നതോ ഒന്നും ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ 5 വയസ്സുകാരൻ ജോക്കുട്ടൻ പിതാവിന്റെ ജീവൻ രക്ഷിച്ച് നാട്ടിലെ താരമായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണ് ഇവനിത് സാധിച്ചതെന്ന് ഇപ്പോഴും മാതാപിതാക്കൾക്ക് അറിയില്ല. ഏതായാലും സ്കൂളിലും നാട്ടിലുമൊക്കെ ജോക്കുട്ടന് അനുമോദനവും നൽകുന്നുണ്ട്. ജോക്കുട്ടന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.